ഏഴാമത്തെ ചോദ്യം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ പിക്ചർ ഓൺ ദ റൈറ്റ്. C is inside the circle passing through A, B, D. A is outside the circle passing through B, C, D. B is on the circle passing through A, D, C. D is outside the circle passing through A, B, C. Now choose the correct answer from those given below. ചിത്രത്തെ സംബന്ധിച്ച് ചുവടെ കൊടുത്ത പ്രസ്താവനകൾ വായിക്കുക. എ, ബി, ഡി ഇവയിലൂടെ കടന്നു പോകുന്ന വൃത്തത്തിന് അകത്തായിരിക്കും സിയുടെ സ്ഥാനം. ബി, സി, ഡി ഇവയിലൂടെ കടന്നു പോകുന്ന വൃത്തത്തിന് പുറത്തായിരിക്കും എയുടെ സ്ഥാനം. എ, ഡി, സി എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വൃത്തത്തിലെ ബിന്ദുവാണ് ബി. എ, ബി, സി എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വൃത്തത്തിന് പുറത്തായിരിക്കും ഡിയുടെ സ്ഥാനം. ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ശരി? ഇവിടെ നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. അതിന്റെ 3 വെർട്ടെക്സുകൾ എ, ബി, സി, ഡി എന്നാണ്. നമുക്കതൊന്ന് വരയ്ക്കാം. എ, ബി, സി, ഡി. ആംഗിൾ എ എത്രയാ? 100 ഡിഗ്രിയാണ്. ആംഗിൾ ബി 90 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ സി എത്രയാണ്? 110 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അതുപോലെ ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജത്തിന്റെ 4 കോണുകൾ കൂട്ടിയാൽ 360 ഡിഗ്രി ആയിരിക്കും. അതിൽ നിന്ന് 100 ഡിഗ്രിയും 90 ഡിഗ്രിയും 110 ഡിഗ്രിയും കുറച്ചാൽ എത്രയാണ്? 60 ഡിഗ്രി. അതായത് ആംഗിൾ ഡി എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി ഈ ചോദ്യം ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു 3 ഫിഗർ ഉണ്ട്. ഒന്നാമത്തത് ഒരു സർക്കിളിന്റെ ഉള്ളിൽ വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ. ആ ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ 4 കോണുകളും വൃത്തത്തിലായിരിക്കും. എ, ബി, സി, ഡി. ഇങ്ങനെയാണെങ്കിൽ അവയുടെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അതായത് ആംഗിൾ എയും ആംഗിൾ സിയും അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ക്വാഡ്രിലാറ്ററൽ അഥവാ ആ ചതുർഭുജം വൃത്തത്തിന്റെ ഉള്ളിലാണ്. അങ്ങനെയുള്ള ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽസിന് ഒരു പേര് പറയും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. ഇനി രണ്ടാമത്തെ ഫിഗർ. ഒരു സർക്കിൾ ഈ സർക്കിളിന്റെ ഉള്ളിലും ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജം വരുന്നു. എ, ബി, സി, ഡി. ഇതിൽ ബി എന്ന വെർട്ടെക്സ് സർക്കിളിന്റെ പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അതുപോലെ ആംഗിൾ ബിയും അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും കിട്ടുക. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഫിഗർ. ഒരു സർക്കിൾ, അതിന്റെ ഉള്ളിലായിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ. ഇവിടെ ആംഗിൾ ബി വന്നിട്ടുള്ളത് സർക്കിളിന്റെ ഉള്ളിലായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എന്നത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ബിയും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഒന്നാമത്തെ ചോദ്യം. സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ എ, ബി, ഡി. എ, ബി, ഡി ഈ 3 കോണുകളിലൂടെയും സർക്കിൾ പാസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? ഇവിടെ ആംഗിൾ സി എന്നത് എത്രയാണ്? 110 ഡിഗ്രി അല്ലേ? അതായത് ആംഗിൾ സി എന്നത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാവുമ്പോൾ ആ പോയിന്റ്, ആ വെർട്ടെക്സ് സർക്കിളിന്റെ എവിടെയായിട്ടാണ് വരിക? ഇൻസൈഡ് ദ സർക്കിൾ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. എ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ബി, സി, ഡി. ബി, സി, ഡി എന്നീ 3 വെർട്ടെക്സ് അഥവാ മൂലകളിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ എയുടെ പൊസിഷൻ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആംഗിൾ എ എന്നത് എത്രയാണ്? 100 ഡിഗ്രിയാണ്. 100 ഡിഗ്രി എന്നത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അതായത് എ എന്ന വെർട്ടെക്സ് എന്തായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. അതായത് വൃത്തത്തിന്റെ ഉള്ളിലായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? എ എന്ന പോയിന്റ് സർക്കിളിന്റെ പുറത്താണ് എന്നാണ് തന്നിട്ടുള്ളത്. അതായത് ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്.
ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബി ഈസ് ഓൺ ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ഡി സി. സർക്കിൾ എ ഡി സി എന്ന 3 പോയിന്റുകളിലൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബി സർക്കിളിന്റെ പുറത്താണോ അകത്താണോ വൃത്തത്തിലാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആംഗിൾ ബി എന്നത് 90 ഡിഗ്രിയാണ്. നമുക്ക് 90-ൽ കൂടുതലാണെങ്കിൽ സർക്കിളിന്റെ ഉള്ളിലാണെന്നും 90-ൽ കുറവാണെങ്കിൽ സർക്കിളിന്റെ പുറത്താണെന്നും പറയാമായിരുന്നു. പക്ഷേ ആംഗിൾ ബി എന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനില്ല, ആ ഒരു തിയറം ഉപയോഗിച്ച് ബിന്റെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് ആംഗിൾസുകളുടെ സമ്മിനെ കുറിച്ച് കൂടെ പഠിക്കുന്നുണ്ട്. ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും, അതായത് ആംഗിൾ ബിയും ബിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഡിയും കൂട്ടിയാൽ എത്രയാണ്? 90 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി എത്രയാണ് വരുന്നത്? 150 ഡിഗ്രി. 150 ഡിഗ്രി എന്നത് 180 ഡിഗ്രിയേക്കാൾ ചെറുതല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറാണ്. ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ബിന്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത്? സർക്കിളിന്റെ പുറത്താണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ബി എന്നത് വൃത്തത്തിന്റെ പുറത്തെ ഒരു പോയിന്റ് ആണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബി ഈസ് ഓൺ ദ സർക്കിൾ. ബി എന്നത് വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ് എന്നാണ്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ എ ബി സി. എ ബി സി എന്നീ 3 പോയിന്റിലൂടെ ഒരു സർക്കിൾ പോകുന്ന സമയത്ത് ഡി എന്ന പോയിന്റിന്റെ പൊസിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആംഗിൾ ഡി എന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. അതായത് 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. അപ്പോൾ ഡിന്റെ പൊസിഷൻ എന്തായിരിക്കും? ഡി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. അതായത് വൃത്തത്തിന്റെ പുറത്താണ് ഡിന്റെ സ്ഥാനം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ എന്ന് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നാണ് കിട്ടിയത്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി എട്ടാമത്തെ ചോദ്യം, കൺസിഡർ ദ 2 സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെന്റ് 1, the length of the perpendicular from any point on a side of an angle of 40 degree is sin 40 degree times the distance of the point from the vertex of the angle. Statement 2, the sides of 2 triangles with the same angles are scaled by the same factor. Which of the following are correct? ചുവടെയുള്ള 2 പ്രസ്താവനകൾ നോക്കുക. പ്രസ്താവന 1, 40 ഡിഗ്രി കോണിന്റെ ഒരു വശത്തിലുള്ള ഏതൊരു ബിന്ദുവിൽ നിന്നും മറ്റേ വശത്തേക്കുള്ള ലംബത്തിന്റെ ഉയരം മൂലയിൽ നിന്ന് ബിന്ദുവിലേക്കുള്ള അകലത്തിന്റെ സൈൻ 40 ഡിഗ്രി ഭാഗമാണ്. പ്രസ്താവന 2, കോണുകൾ തുല്യമായ ത്രികോണങ്ങളുടെ വശങ്ങൾ മാറുന്നത് ഒരേ തോതിലാണ്. ഇനി താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് 1 അഥവാ പ്രസ്താവന 1. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? The length of the perpendicular from any point on a side of an angle 40 degree. അതായത് ഒരു 40 ഡിഗ്രി ആംഗിൾ ഉണ്ട്. ഇനി ഇതിന്റെ സൈഡിലെ ഏതെങ്കിലും പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് perpendicular equal to sin 40 degree ടൈംസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് അഥവാ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനത്തിനെയാണ്, ടൈംസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദ ആംഗിൾ. അതായത് ഈ പോയിന്റിൽ നിന്നും ആംഗിളിന്റെ മൂലയിലേക്കുള്ള ദൂരമാണ്, അതായത് ഈ ദൂരമാണ്. നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ എന്താണ് പറയുക? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. അതായത് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദ ആംഗിൾ. അതായത് ഈ പോയിന്റിലേക്ക് ഈ വെർട്ടെക്സിൽ നിന്നുമുള്ള ഈ ലൈനിനെ നമുക്ക് എന്ത് പറയാം? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിയാണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, അതിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 40 ഡിഗ്രിയാണ്.
അങ്ങനെയാണെങ്കിൽ ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് ഇത്. അങ്ങനെയാണെങ്കിൽ സൈൻ 40 ഡിഗ്രി എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 40 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതാണ് സൈനിന്റെ ഇക്വേഷൻ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയുടെ എതിർവശം ബൈ കർണം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇവിടെ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അവിടെ നിർത്തിയിട്ട് ഹൈപ്പോട്ടന്യൂസിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും? ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഹരണമാണ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈൻ 40 ഡിഗ്രി ഗുണിക്കണം ഹൈപ്പോട്ടന്യൂസ്, ഗുണനമാവും. ഹൈപ്പോട്ടന്യൂസ് എന്താവും? ഗുണനമാവും. ഇത് തന്നെയല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് 2. The sides of two triangles with the same angles are scaled by the same factor. അതായത് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ആംഗിൾസുകൾ തുല്യമാണ്. നമുക്ക് ഇതിനെ 90 ഡിഗ്രി എന്ന് ഇടാം. ഇത് 40 ഡിഗ്രി എന്ന് തന്നെ കൊടുക്കാം. ഇതും 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ നമുക്ക് 40 ഡിഗ്രി എന്ന് കൊടുക്കാം. ഈ ആംഗിൾസ് അപ്പൊ എത്ര വരും? 50 ഡിഗ്രി വീതം. അപ്പൊ ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ്. ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് നമുക്ക് 3, 4, 5 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? രണ്ടാമത് ഇതേ സെയിം ആംഗിൾസ് ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് ഇതിനോട് ഒരു കോമൺ ഫാക്ടർ, അതായത് ഒരു സെയിം ഫാക്ടർ അല്ലെങ്കിൽ ഒരു സെയിം നമ്പർ ഗുണിച്ചതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? 3ന്റെ കൂടെ 2 ഗുണിച്ച് 6 എഴുതാം. 4ന്റെ കൂടെ 2 ഗുണിച്ച് 8 എഴുതാം. 5ന്റെ കൂടെ 2 ഗുണിച്ച് 10 എഴുതാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയില്ലേ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നോക്കാൻ? എന്താണ് ചെയ്യുക? നമുക്കറിയാം പൈതഗോറസ് തിയറം പ്രകാരം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്നത് അതിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആക്കി എഴുതിക്കൂടെ? 8ന്റെ സ്ക്വയർ എത്രയാ? 64 ആണ്. 6ന്റെ സ്ക്വയർ എത്രയാ? 36 ആണ്. 64 36 കൂട്ടിക്കഴിഞ്ഞാൽ 10ന്റെ സ്ക്വയർ ആയ 100 കിട്ടില്ലേ? അതായത് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 4ന്റെ ഇരട്ടി നമ്മൾ എടുത്തു, 3ന്റെ ഇരട്ടി നമ്മൾ എടുത്തു, 5ന്റെ ഇരട്ടി നമ്മൾ എടുത്തു. ഇനിയിപ്പോ നമുക്ക് മൂന്നാമതൊരു ട്രയാങ്കിൾ വരയ്ക്കണമെന്ന് വെക്കുക. ഇത് 40 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 50 ഡിഗ്രിയാണ്. നമുക്ക് 6ന്റെ ഇരട്ടി 12, 8ന്റെ ഇരട്ടി 16, 10ന്റെ ഇരട്ടി 20. ഇങ്ങനെ 2 എന്നൊരു ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും ഈ സെയിം ആംഗിൾസിൽ വരയ്ക്കാം. ഇവിടെ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ട് ആംഗിൾസ്, രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് ട്രയാങ്കിളും സിമിലിയർ ആണ്. രണ്ട് ട്രയാങ്കിൾസ് സിമിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രയാങ്കിൾസുകളെ ഏത് റേഷ്യോയിൽ വേണമെങ്കിലും എഴുതാനായിട്ട് സാധിക്കും. ഇതിന് മുൻപ് നമ്മൾ അങ്ങനെ ഒരു പ്രൂഫ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സിമിലിയർ ട്രയാങ്കിൾസ് എന്ന് പ്രൂവ് ചെയ്തിട്ട് റേഷ്യോസ് കമ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. 1 ട്രൂ, പ്രസ്താവന 1 ശരിയും പ്രസ്താവന 2 തെറ്റുമാണെന്നാണ് പറയുന്നത്. ആ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. കാരണം നമുക്ക് ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ ബി പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ എന്നാണ്. അതും എന്താണ്? തെറ്റാണ്. കാരണം നമുക്ക് രണ്ട് പ്രസ്താവനകളും ശരിയാണെന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. അത് ശരിയാണോ എന്ന് നോക്കാം. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രസ്താവന 2 ആണ് പ്രസ്താവന 1 ശരിയാവാനുള്ള കാരണം എന്നാണ് പറയുന്നത്. പ്രസ്താവന 2ൽ എന്താണ് പറയുന്നത്? ഇതിന്റെ സൈഡുകളുടെ നീളം ഒരു പ്രത്യേക റേഷ്യോയിലാണ് ഇൻക്രീസ് ചെയ്യുക. അതായത് 4 8 ആവും, 8 16 ആവും, 3 6 ആവും, 6 12 അങ്ങനെ ഒരു പ്രത്യേക റേഷ്യോയിലാണ് അത് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാവാനുള്ള കാരണമാണോ എന്ന് നോക്കാം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1ൽ എന്താണ്? ഇവിടെ നമുക്കറിയാം സൈൻ 40 ഡിഗ്രി എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്നല്ലേ പ്രൂവ് ചെയ്തത്. അതായത് ഇതുപോലെ എത്ര ആംഗിൾസ് വന്നു കഴിഞ്ഞാലും ഓപ്പോസിറ്റ് സൈഡിന്റെയും ഹൈപ്പോട്ടന്യൂസിന്റെയും റേഷ്യോ എന്നത് എന്ത് തന്നെയായിരിക്കും? സൈൻ 40 ഡിഗ്രി തന്നെ ആയിരിക്കില്ലേ? അതായത് സെയിം ആംഗിൾസ് ആയിട്ടുള്ള രണ്ട് ട്രയാംഗിൾസുകളുടെ സൈഡ്സ് ഒരു സെയിം ഫാക്ടറിൽ തന്നെയായിരിക്കും അതിന്റെ റേഷ്യോ. അതായത് ഇവിടെയാണെങ്കിൽ സൈൻ 40 ഡിഗ്രി. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 എന്നത് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാവാനുള്ള റീസൺ ആണെന്ന് പറഞ്ഞൂടെ? സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി 9ാമത്തെ ചോദ്യം. ഇഫ് 2 dice with numbers 1 to 6 marked on their faces are rolled together, what is the probability that the sum of numbers turning up is 9?
1 മുതൽ 6 വരെ എഴുതിയ 2 പകിടകൾ ഒരുമിച്ച് ഉരുട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ തുക 9 ആകാനുള്ള സാധ്യത എന്താണ്? ഇവിടെ നമുക്ക് 2 ഡൈസുകൾ ഉണ്ട്. ഈ 2 ഡൈസുകളിലും 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ആണ് ഉള്ളത്. അങ്ങനെ ഈ 2 ഡൈസും എന്ത് ചെയ്യാണ്? റോൾ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9, ഈ 2 ഡൈസുകളിലെയും നമുക്ക് ഓരോ നമ്പേഴ്സ് വീതം കിട്ടില്ലേ? ആ 2 നമ്പേഴ്സുകളുടെ തുക എന്നത് 9 ആവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, അഥവാ ജോഡികളുടെ സാധ്യത. പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ്. പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് അഥവാ അനുകൂല ജോഡികളുടെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് അഥവാ ആകെയുള്ള ജോഡികളുടെ എണ്ണം. ഇതാണ് ഇക്വേഷൻ. പ്രോബബിലിറ്റിയുടെ ഏതൊരു ചോദ്യം വന്നാലും ആദ്യം തന്നെ ഈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് അതാണ് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ആദ്യത്തെ ഡൈസിൽ എത്ര നമ്പർ ഉണ്ട്? 1 മുതൽ 6 വരെയാണുള്ളത്. അപ്പൊ അതായത് 6 നമ്പേഴ്സ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഡൈസിൽ എത്രയുണ്ട്? 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് അല്ലേ, അതായത് 6 നമ്പേഴ്സ് ഉണ്ട്. ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കിട്ടും. 6 × 6 എത്രയാ? 36 അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് അതായത് ആകെയുള്ള ജോഡികളുടെ എണ്ണം എത്രയാണെന്ന് കിട്ടി? 36. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് ആണ്, അഥവാ അനുകൂല ജോഡികളുടെ എണ്ണം. അനുകൂല ജോഡി എന്ന് പറയുന്നത് എന്താണ്? 2 എണ്ണം. അതായത് ഈ ഡൈസിൽ നിന്നും കിട്ടുന്ന നമ്പേഴ്സ് കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യണം? 9 കിട്ടണം. ഇവിടെ 1, 2, 3, 4, 5, 6. അതുപോലെ രണ്ടാമത്തെ ഡൈസിലെ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6. ഇനി ഇവിടെ 1, 1 ഇങ്ങനെ ഒരു പെയർ വരും. 1, 2, 1, 3 ഇങ്ങനെ എക്സെട്ര അവസാനം വരെ എത്ര വരും? 6, 6 ഇത്രയും പെയേഴ്സ് വരും. ഇതിൽ 36 ജോഡികളാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള പെയേഴ്സിൽ 9 കിട്ടണം. അതായത് 1, 2 കൂട്ടിയാൽ എത്രയാ? 3 അല്ലേ? 1, 1 കൂട്ടിയാൽ 2 അല്ലേ? 1, 3 കൂട്ടിയാൽ എത്രയാ? 4 അല്ലേ? ആ പെയേഴ്സിലെ 2 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടണം. അപ്പൊ നമുക്ക് 9 ആണ് സമ്മ് കിട്ടേണ്ടത്. സമ്മ് ഈക്വൽ ടു 9. 9 സമ്മ് കിട്ടുന്ന എത്ര നമ്പേഴ്സുകളുണ്ട്? നമുക്കറിയാം 8ഉം 1ഉം കൂട്ടിയാൽ 9 കിട്ടില്ലേ? ഇനി 7ഉം 2ഉം കൂട്ടിയാൽ 9 കിട്ടില്ലേ? 6ഉം 3ഉം കൂട്ടിയാൽ 9 കിട്ടില്ലേ? 5ഉം 4ഉം കൂട്ടിയാൽ 9 കിട്ടില്ലേ? ഇനി തിരിച്ച് 4ഉം 5ഉം കൂട്ടിയാൽ 9 കിട്ടില്ലേ? ഇനി 3ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 6. 2ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 9 കിട്ടും? 7. 1ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 9 കിട്ടും? 8. ഇത്രയും സംഖ്യകൾ. ഇനി എന്തുണ്ട്? 0ഉം 9ഉം കൂട്ടിയാലും നമുക്ക് 9 ആണ്. 9ഉം 0ഉം കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. അപ്പൊ ഇത്രയും ടേംസുകൾ പരസ്പരം കൂട്ടിയാലാണ് നമുക്ക് സമ്മ് 9 കിട്ടുക. ഇവിടെ 0, 9 എടുക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? 9 എന്നൊരു സംഖ്യ നമ്മുടെ ഡൈസിൽ ഇല്ല. അതുപോലെ 8, 1 എടുക്കാൻ സാധിക്കുമോ? കാരണം 8 എന്നൊരു സംഖ്യ ഇല്ല. 7ഉം 2 അതിൽ 7 കിട്ടുമോ? ഇല്ല. 7 എന്നൊരു സംഖ്യ നമ്മുടെ ഡൈസിൽ ഇല്ല. 6, 3 ഒരു പെയറാണ്. കാരണം 6ഉം 3ഉം നമ്മുടെ ഡൈസിലുണ്ട്. 5, 4 5ഉം 4ഉം നമ്മുടെ ഡൈസിലുള്ള നമ്പേഴ്സ് ആണ്. 4ഉം 5ഉം നമ്മുടെ ഡൈസിലുണ്ട്. 3ഉം 6ഉം നമ്മുടെ ഡൈസിലുള്ള പെയേഴ്സുകളാണ്, നമ്പേഴ്സുകളാണ്. ഇനി 2ഉം 7ഉം പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 7 എന്ന നമ്പർ ഡൈസിലില്ല. 8 പറ്റുമോ? ഇല്ല. 8 എന്ന നമ്പർ ഡൈസിലില്ല. 9 + 0 പറ്റുമോ? ഇല്ല. 9ഉം ഇല്ല, 0ഉം നമ്മുടെ ഡൈസിലില്ല. അപ്പൊ എത്ര പെയേഴ്സ് ഉണ്ട്? 1, 6, 3 എന്നൊരു പെയർ. രണ്ടാമത്തത് 5, 4 എന്നൊരു പെയർ. മൂന്നാമത്തത് 4, 5 എന്നൊരു പെയർ. നാലാമത്തത് 3, 6 എന്നൊരു പെയർ. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സം എന്താണ് കിട്ടുക? 6ഉം 3ഉം കൂട്ടിയാൽ 9 ആണ്. 5ഉം 4ഉം കൂട്ടിയാൽ 9 ആണ്. 4ഉം 5ഉം കൂട്ടിയാൽ 9 ആണ്. 3ഉം 6ഉം കൂട്ടിയാൽ 9 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഫേവറബിൾ പെയേഴ്സ് അഥവാ അനുകൂല ജോഡികൾ ഏതൊക്കെയാണ്? 6, 3, 5, 4, 4, 5, 3, 6 ഇത്രയുമാണ് അനുകൂല ജോഡികൾ അഥവാ ഫേവറബിൾ പെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിച്ചൂടെ? പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ്. ഫേവറബിൾ പെയേഴ്സ് എത്ര ഉണ്ട്? അനുകൂല ജോഡികൾ 1, 2, 3, 4. അപ്പൊ 4 ഹരിക്കണം ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 36. ഉത്തരം എന്താണ്? 4/36 ആണ്. അതായത് the probability that the sum of numbers turning up is 9 is 4/36. അതായത് 2 പകിടകൾ ഒരുമിച്ച് ഉരുട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ തുക 9 ആകാനുള്ള സാധ്യത 4/36 ആണ്. ഇനി
10ാമത്തെ ക്വസ്റ്റ്യനിലെ A question. The sum of the second and 18th term of an arithmetic sequence is 40. What is the sum of the 7th and 13th terms? What is the 10th term? ഒരു സമാന്തര ശ്രേണിയുടെ 2ാം പദത്തിന്റെയും 18ാം പദത്തിന്റെയും തുക 40 ആണ്. 7ാം പദത്തിന്റെയും 13ാം പദത്തിന്റെയും തുക എത്രയാണ്? 10ാം പദം എത്രയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? സെക്കൻഡ് ആൻഡ് 18th ടേമിന്റെ സമ്മാണ്. സെക്കൻഡ് ടേം അഥവാ 2ാം പദം പ്ലസ് 18th ടേം അഥവാ 18ാം പദം എത്രയാണ്? 40 ആണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. രണ്ടാമത്തെ ഇക്വേഷൻ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. ഡി എന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുക? എഫും ഡിയും നമുക്ക് തന്നിട്ടില്ലെങ്കിലാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. എഫും ഡിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തരാത്തത് കൊണ്ട് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സെക്കൻഡ് ടേമിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 1 പോയാൽ 1 ഡി പ്ലസ് 18th ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് 18ൽ നിന്ന് 1 പോയാൽ 17 ഡി ഈക്വൽ ടു 40. ഇനി എഫും എഫും കൂട്ടിയാൽ എന്ത് വന്നു? 2f പ്ലസ് 1ഉം 17ഉം കൂട്ടിയാൽ 18 ഡി ഈക്വൽ ടു 40. ഇതിനെ നമുക്ക് ഒരു ഇക്വേഷൻ 1 ആക്കി അവിടെ വെക്കാം. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ദ 7th ആൻഡ് 13th ടേം? 7th ടേം പ്ലസ് 13th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 7th ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് 7ൽ നിന്ന് 1 പോയാൽ 6d പ്ലസ് ഇനി 13th ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് 13ൽ നിന്ന് 1 പോയാൽ 12d ഈക്വൽ ടു എഫും എഫും കൂട്ടിയാൽ 2f 12ഉം 6ഉം കൂട്ടിയാൽ 18d. അതായത് 7ാമത്തെ പദവും 13ാമത്തെ പദവും കൂട്ടിയാൽ 2f പ്ലസ് 18d ആണ് കിട്ടുക. അതല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്? 2f പ്ലസ് 18d എത്രയാണ്? 40. അതായത് 7ാം പദവും 13ാം പദവും കൂട്ടിയാൽ നമുക്ക് ഉത്തരം എത്രയാണ് കിട്ടുക? 40 ആണ്. രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ 10th ടേം? 10th ടേം ആണ് കണ്ടുപിടിക്കുന്നത്. 10th ടേമിന്റെ ഇക്വേഷൻ എന്താണ്? എഫ് പ്ലസ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 1 പോയാൽ 9d. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ 2f പ്ലസ് 18d ഈക്വൽ ടു 40 എന്നല്ലേ? ഇതിനെല്ലാത്തിനെയും 2 കൊണ്ട് ഹരിക്കാം. 2/2 എന്താണ്? 1f പ്ലസ് 18/2. 18ന്റെ പകുതി എത്രയാ? 9d. 40/2 എത്രയാണ്? 20. അതായത് എഫ് പ്ലസ് 9d ആണ് ഇവിടെ 20 എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് 10th ടേം അഥവാ 10ാം പദം എത്രയാണ്? 20 ആണ്. ഇനി 10ന്റെ ബി ക്വസ്റ്റ്യൻ. The sum of the 4th, 5th and 6th term of an arithmetic sequence is 90. What is the 5th term? What is the sum of the first 9 terms? If the common difference of such an arithmetic sequence is 5, then what is its first term? ഒരു സമാന്തര ശ്രേണിയിലെ 4, 5, 6 എന്നീ സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുക 90 ആണ്. 5ാം പദം എത്രയാണ്? ആദ്യത്തെ 9 പദങ്ങളുടെ തുക എത്രയാണ്? ഇത്തരം ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസം 5 ആണെങ്കിൽ ആദ്യ പദം എന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 4th ടേം അഥവാ 4ാം പദം പ്ലസ് 5th ടേം 5ാം പദം പ്ലസ് 6th ടേം 6ാം പദം കൂട്ടിയാൽ എത്രയാണ്? 90 ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ 5th ടേം? അതായത് ഈ 3 ടേമുകളിലെ കറക്റ്റ് മിഡിൽ ടേം അഥവാ നടുവിലെ ടേം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര അഥവാ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താണ്? സം ഓഫ് ഓഡ് നമ്പർ ഓഫ് ടേംസ്. അതായത് നമ്പർ ഓഫ് ടേംസ് എന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ അഥവാ ഒറ്റ സംഖ്യയാണെങ്കിൽ അതിന്റെ തുക കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ്? മിഡിൽ ടേം ഇൻറ്റു എൻ. അതായത് ആ ടേംസുകൾ, അതായത് നമുക്കൊരു ഓഡ് നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ടാവുമല്ലോ, അതിലെ മിഡിൽ ടേം ഇൻറ്റു എൻ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടെ 3 പദങ്ങളല്ലേ ഉള്ളത്? 4, 5, 6. അതായത് 3 ടേംസ് എന്ന് പറഞ്ഞാൽ അത് ഓഡ് നമ്പർ ആയില്ലേ? അഥവാ ഒറ്റക്ക സംഖ്യ ആയില്ലേ?
അങ്ങനെയാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിന്റെയും സമ്മ് നമുക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേം ഇൻറ്റു n ചെയ്താൽ മതി. അതായത് ഇതിലെ മിഡിൽ ടേം അഥവാ നടുവിലെ ടേം ഏതാണ്? ഫിഫ്ത്ത് ടേം അല്ലേ? അപ്പൊ ഫിഫ്ത്ത് ടേം ഇൻറ്റു n എന്ന് പറയുന്നത് എത്ര പദങ്ങളുണ്ട്? 3 പദങ്ങൾ. അതായത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് എഴുതാം. സം ഓഫ് ഓഡ് നമ്പർ ഓഫ് ടേംസ്. സം എത്രയാണ് തന്നിട്ടുള്ളത്? 90 ഈക്വൽ ടു ഇതിൽ മിഡിൽ ടേം അഥവാ നടുവിലെ പദം എത്രയാണ്? ഫിഫ്ത്ത് ടേം ഇൻറ്റു n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഫിഫ്ത്ത് ടേം കണ്ടുപിടിച്ചൂടെ? ഫിഫ്ത്ത് ടേമിനെ മാത്രം അവിടെ വെക്കുന്നു. 3നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 90 ഹരിക്കണം 3. ഇവിടെ 3 ഗുണനമായതുകൊണ്ടാണ് ഈ സൈഡിലേക്ക് വന്നപ്പോൾ ഹരിക്കണം 3 ആയത്. 90 ഹരിക്കണം 3 എത്രയാണ്? 30. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 5ാം പദം എത്രയാണ്? 30 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്? സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്. ആദ്യത്തെ 9 പദങ്ങളുടെ തുക. ഇവിടെ 9 എന്നതും ഒരു ഓഡ് നമ്പർ അല്ലേ? അതായത് ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് കാണാനുള്ള ഷോർട്ട് കട്ട് എന്താണ്? ആ 9 പദങ്ങളുടെ മിഡിൽ ടേം അഥവാ ഏറ്റവും മധ്യത്തിലെ പദം ഇൻറ്റു n. n ഇവിടെ 9 ആണ്. ഇനി നമുക്ക് 1 മുതൽ 9 വരെയുള്ള പദങ്ങളിലെ മിഡിൽ ടേം കണ്ടുപിടിക്കണം. ഇതല്ലേ 1 മുതൽ 9 വരെയുള്ള പദം നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിലെ മിഡിൽ ടേം ഏതാ? 5 അല്ലേ? കാരണം ഇവിടേക്കും 4 പദങ്ങളുണ്ട്, ഇവിടേക്കും 4 പദങ്ങളുണ്ട്. അപ്പൊ മധ്യമ പദം എന്നത് എത്രയാണ്? 5ാമത്തെ പദമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മിഡിൽ ടേം എന്നുള്ള സ്ഥാനത്ത് ഫിഫ്ത്ത് ടേം ഇൻറ്റു n എത്രയാണ്? 9 ടേംസ് ആണ്. 9 ഈക്വൽ ടു ഫിഫ്ത്ത് ടേം എത്രയാ? 30 ഇൻറ്റു 9 എത്രയാണ്? 270. അഥവാ ആദ്യത്തെ 9 പദങ്ങളുടെ തുക എത്രയാണ്? 270 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് സച്ച് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എത്രയാണ്? nth ടേം ഉപയോഗിച്ചാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ടേം കാണാറ്. ഇവിടെ nth ടേം ഉപയോഗിക്കാൻ നമുക്ക് ഫിഫ്ത്ത് ടേം ആണ് തന്നിട്ടുള്ളത്. ഫിഫ്ത്ത് ടേമിന്റെ ഇക്വേഷൻ എന്താ? ഫിഫ്ത്ത് ടേം ഈക്വൽ ടു f പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് 1 പോയാൽ 4d ഈക്വൽ ടു എത്രയാ? ഫിഫ്ത്ത് ടേം നമുക്ക് തന്നിട്ടുണ്ട് 30 ആണ്. നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇനി f പ്ലസ് 4d എന്നത് d എത്രയാ? 5 ആണെന്ന് തന്നിട്ടുണ്ട്. 4 ഇൻറ്റു 5 എത്രയാ? 20 ഈക്വൽ ടു 30. അതായത് f ഈക്വൽ ടു 30. ഈ പ്ലസ് 20 ഈ സൈഡിലേക്ക് പോയാൽ -20 എത്രയാ? 10. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ്? 10 ആണ്. ഇവിടെ ഈ മിഡിൽ ടേം ഇൻറ്റു n എന്ന ഇക്വേഷൻ സമ്മിന് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ടേംസിന്റെ എണ്ണം ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യയാവണം. ഇവിടെ ആദ്യത്തെ ടേംസ് 3 ആയതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. രണ്ടാമത് 9 എന്നതും ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചത്. ഇവൻ നമ്പർ അഥവാ രണ്ടക്ക സംഖ്യയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ കറക്റ്റ് ആൻസർ കിട്ടില്ല. ഇനി 11ാമത്തെ ചോദ്യം. A box contains paper slips bearing numbers 1 to 10 and another box contains slips bearing multiples of 3 below 25. One slip is to be taken from each box. In how many ways can this be done? What is the probability that one number is a multiple of 3 and the other is a multiple of 9? 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എഴുതിയ 10 കടലാസ് കഷണങ്ങളും മറ്റു പെട്ടിയിൽ 25ൽ താഴെയുള്ള 3ന്റെ ഗുണിതങ്ങൾ എഴുതിയ കടലാസ് കഷണങ്ങളും ഉണ്ട്. 2ൽ നിന്നും ഓരോ കടലാസ് എടുക്കുന്നു. എത്ര തരത്തിൽ എടുക്കാം? ഒരു സംഖ്യ 3ന്റെ ഗുണിതവും മറ്റേ സംഖ്യ 9ന്റെ ഗുണിതവും ആവാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ ഇവിടെ നമുക്ക് 2 ബോക്സുകളാണ്. അതിലെ ഒന്നാമത്തെ ബോക്സ്. ഒന്നാമത്തെ ബോക്സിൽ എന്താണ്? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളാണ് എഴുതിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ബോക്സ്. രണ്ടാമത്തെ ബോക്സിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? മൾട്ടിപ്പിൾസ് ഓഫ് 3 ബിലോ 25. 25ന് താഴെയുള്ള 3ന്റെ ഗുണിതങ്ങൾ. എങ്ങനെയാണ് 3ന്റെ ഗുണിതങ്ങൾ എഴുതുക? 1 ഇൻറ്റു 3 3, 2 ഇൻറ്റു 3 6, 3 ഇൻറ്റു 3 9, 4 ഇൻറ്റു 3 12, 5 ഇൻറ്റു 3 15, 6 ഇൻറ്റു 3 18, 7 ഇൻറ്റു 3 21, 8 ഇൻറ്റു 3 24, 9 ഇൻറ്റു 3 എത്ര? 27 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് 25ന് താഴെയുള്ള 3ന്റെ ഗുണിതങ്ങളാണ് എഴുതേണ്ടത്. അപ്പൊ ഇങ്ങനെ എഴുതി. അപ്പൊ ഇത് ബോക്സ് 1 ആണ്, ഇത് ബോക്സ് 2 ആണ്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം എടുക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് അഥവാ ജോഡികളുടെ സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക? പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് അഥവാ അനുകൂല ജോഡികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ പെയേഴ്സ് ആകെയുള്ള ജോഡികളുടെ എണ്ണം. ഇതാണ് ഇക്വേഷൻ. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദിസ് ബി ഡൺ? അതായത് രണ്ട് ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പുകൾ വീതം എടുക്കുകയാണെങ്കിൽ എത്ര പെയേഴ്സ് ഉണ്ടാവും? അതായത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ആണ് അഥവാ ആകെയുള്ള ജോഡികൾ. ഇതുപോലെയുള്ള ചോദ്യങ്ങളിൽ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് അഥവാ ആകെയുള്ള ജോഡികൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബോക്സ് നമ്പർ 1-ൽ എത്ര സ്ലിപ്പുകൾ ഉണ്ട് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സ്ലിപ്പുകൾ അല്ലേ? ഇതിൽ 10 സ്ലിപ്പുകൾ. ഇനി ഇതിൽ എത്ര സ്ലിപ്പുകൾ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 സ്ലിപ്പുകൾ. അപ്പോൾ ജസ്റ്റ് അത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കിട്ടും. 10 × 8 എത്രയാ? 80 പെയേഴ്സ്. അതായത് ആകെയുള്ള ജോഡികൾ എത്രയാണ്? 80 എണ്ണമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് വൺ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് അതർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9? അതായത് നമ്മൾ രണ്ട് ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം എടുക്കുമ്പോൾ അതിലെ ഒന്ന് 3-ന്റെ ഗുണിതവും മറ്റേത് 9-ന്റെ ഗുണിതവും ആവാനുള്ള സാധ്യത. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 9 അതായത് 9-ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൾട്ടിപ്പിൾ ഓഫ് 9 1 × 9 9, 2 × 9 18, 3 × 9 വരുമോ? കാരണം 3 × 9 എന്താണ്? 27 ആണ്. അങ്ങനെ ഒരു സ്ലിപ്പ് രണ്ട് ബോക്സിലും ഇല്ലാത്തത് കൊണ്ട് രണ്ട് സംഖ്യകൾ 9 18. ഇനി ഏതൊക്കെ തരത്തിൽ പെയേഴ്സുകൾ വരാൻ നോക്കാം. അതായത് ടൈപ്പ് ഓഫ് പെയേഴ്സ് ആണ് എഴുതുന്നത്. ഒന്നാമത്തെ ബോക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? 9-ന്റെ മൾട്ടിപ്പിൾ എടുക്കുന്നു. അതായത് 9-ന്റെ ഗുണിതം എടുക്കുന്നു. രണ്ടാമത്തെ ബോക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? 3-ന്റെ ഗുണിതം എടുക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് പെയർ എന്ന് പറയുന്നത്. ഇനി ഈ ടൈപ്പിൽ എത്ര പെയേഴ്സ് അഥവാ എത്ര ജോഡികൾ വരാമെന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ ബോക്സിൽ നിന്ന് നമ്മൾ ഏതൊക്കെയാണ് എടുക്കുന്നത്? 9-ന്റെ മൾട്ടിപ്പിളുകളാണ്. 9-ന്റെ മൾട്ടിപ്പിൾ അഥവാ 9-ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 9ഉം 18ഉമാണ്. ഇവിടെ 18 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 9 എന്നൊരു സംഖ്യ മാത്രമാണ് 9-ന്റെ ഗുണിതമായിട്ട് ബോക്സ് 1-ൽ ഉള്ളത്. ഇനി ബോക്സ് 2-ല് ഫുൾ എന്താണ്? 3-ന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? എങ്ങനെയൊക്കെ പെയേഴ്സുകൾ വരാം? 9 അതായത് ആദ്യത്തെ ബോക്സിൽ നിന്ന് 9 മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 3 എടുക്കാം. ഇനി രണ്ടാമത്തെ പെയർ 9 6, മൂന്നാമത് 9 9, നാലാമത്തെ പെയർ 9 12, 9 15, 9 18, 9 21, 9 24. ഇതെല്ലാം എന്താണ്? ആദ്യത്തെ ബോക്സിൽ നിന്ന് 9-ന്റെ മൾട്ടിപ്പിളും രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 3-ന്റെ മൾട്ടിപ്പിൾസും എടുത്ത പെയേഴ്സ് അഥവാ ജോഡികളാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പെയേഴ്സ് എങ്ങനെ എടുക്കാം? അതായത് ആദ്യത്തെ ബോക്സിൽ നിന്നും നമുക്ക് 3-ന്റെ മൾട്ടിപ്പിൾ അഥവാ 3-ന്റെ ഗുണിതങ്ങൾ എടുക്കാം. ഇനി രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 9-ന്റെ മൾട്ടിപ്പിളും എടുക്കാം. ഈ രീതിയിൽ എത്ര പെയേഴ്സ് വരും നോക്കാം. ഇനി ആദ്യം തന്നെ ഒന്നാമത്തെ ബോക്സിൽ 3-ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണോ? 3 6 9. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇനി രണ്ടാമത്തെ ബോക്സിൽ 9-ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാ? 9ഉം 18. അപ്പൊ നമുക്ക് എങ്ങനെ പെയേഴ്സ് എഴുതാം? ആദ്യം തന്നെ 3ഉം 9ഉം 3ഉം 18. 3 9 ഒരു പെയർ, 3 18 രണ്ടാമത്തെ പെയർ. ഇനി 6ഉം 9ഉം 6ഉം 18, 6 9 6 18. ഇനി മൂന്നാമതായിട്ട് 9 9ഉം 9 18, 9 9 9 18. അതായത് ഈ പെയേഴ്സുകളുടെ ഒക്കെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ ബോക്സിൽ നിന്നും 3-ന്റെ മൾട്ടിപ്പിൾസും രണ്ടാമത്തെ ബോക്സിൽ നിന്നും 9-ന്റെ മൾട്ടിപ്പിൾസുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ടോട്ടൽ എല്ലാ പെയേഴ്സുകളും കിട്ടി. ഇവിടെ എല്ലാ പെയേഴ്സിന്റെയും പ്രത്യേകത എന്താണ്? എല്ലാ പെയേഴ്സിലും ഒരു സ്ലിപ്പ് എന്ന് പറയുന്നത് 9-ന്റെ മൾട്ടിപ്പിളും ഒരു സ്ലിപ്പ് എന്ന് പറയുന്നത് 3-ന്റെ മൾട്ടിപ്പിൾസുമാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര പെയേഴ്സ് ഉണ്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് അഥവാ അനുകൂലമായ ജോഡികളുടെ എണ്ണം കിട്ടില്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14. ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എത്രയാണ്? പ്രോബബിലിറ്റി ഈക്വൽ ടു ഫേവറബിൾ പെയേഴ്സിന്റെ എണ്ണം 14 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് 80 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ പ്രോബബിലിറ്റി ദാറ്റ് വൺ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് ദ അതർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ഈസ് 14/80. അതായത്
ഒരു സംഖ്യ 3ന്റെ ഗുണിതവും മറ്റേ സംഖ്യ 9ന്റെ ഗുണിതമാവാനുമുള്ള സാധ്യത 14/80 ആണ്. ഇനി 11ന്റെ ബി ക്വസ്റ്റ്യൻ. In the picture, ABCD is a square and P is the midpoint of AB. A point is marked arbitrarily within the square. What is the probability that it would be within the shaded part? What is the probability that it would be outside the shaded part? ചിത്രത്തിൽ ABCD ഒരു സമചതുരമാണ്. ABയുടെ മധ്യബിന്ദുവാണ് P. കണ്ണടച്ച് ചിത്രത്തിൽ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എന്താണ്? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്താകാനുള്ള സാധ്യത എന്താണ്? ഇവിടെ ജിയോമെട്രിക് പ്രോബബിലിറ്റി ആണ്, അഥവാ ജ്യാമിതീയ സാധ്യത. ജിയോമെട്രിക് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നമുക്കൊരു ഫിഗർ തന്നിട്ട് സാധ്യതകൾ അഥവാ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് ജിയോമെട്രിക് പ്രോബബിലിറ്റി ആണ്. ജിയോമെട്രിക് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ്. അതായത് അനുകൂലമായ സ്പേസിന്റെ പരപ്പളവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, അതായത് ആകെയുള്ള പരപ്പളവ്. ഇതാണ് ജിയോമെട്രിക് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ. ഇനി ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട്? നമ്മൾ ഇടുന്ന കുത്ത് ഈ ഷെയ്ഡഡ് പാർട്ടിന്റെ ഉള്ളിലാവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ABCD എന്നൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. ABCD. ഇനി AB എന്ന ഈ ലൈനിന്റെ മിഡ് പോയിന്റിലേക്ക് P എന്നൊരു പോയിന്റ് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി അഥവാ സാധ്യത ഈക്വൽ ടു ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ APC എന്ന ട്രയാങ്കിളിന്റെ ഏരിയ അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ APC. ഇനി ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ ABCD എന്ന ഈ സ്ക്വയറിന്റെ അഥവാ സമചതുരത്തിന്റെ പരപ്പളവല്ലേ? അപ്പൊ നമുക്ക് ഏരിയ ഓഫ് സ്ക്വയർ ABCD എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഏരിയാസ് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് സ്ക്വയർ ആണ്. അതായത് അതിന്റെ 4 സൈഡുകളും തുല്യമായിരിക്കും. AB എത്രയാ? L ആണ്. BC L, CD L ആണ്. AD L ആണ്. എല്ലാത്തിന്റെയും ലെങ്ത്തുകൾ നമ്മൾ സ്മോൾ ലെറ്റർ L കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ABCD എന്ന സ്ക്വയറിന്റെ ലെങ്ത് എന്താണ് വരിക? ലെങ്ത് സ്ക്വയർ അഥവാ ലെങ്ത് ഇൻറ്റു ലെങ്ത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ APC. APC എന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയാണ്. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ്. അതായത് ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ A മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് എന്താ? L ആണ്. P എന്നത് AB എന്നതിന്റെ മിഡ് പോയിന്റ് അഥവാ കറക്റ്റ് നടുവിലെ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ A മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? L/2 അഥവാ ഈ L-ന്റെ പകുതിയായിരിക്കും. അപ്പൊ L/2. ഇനി ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിന്റെ ബേസ് മുതൽ അതിന്റെ മുകളിലെ വെർട്ടെക്സ് അഥവാ മൂല വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഇതാണ് ഹൈറ്റ്. ഹൈറ്റ് അപ്പൊ എന്ത് വരും? ലെങ്ത് തന്നെ, L തന്നെ. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി കിട്ടും. ഇതെങ്ങനെ? L ഇൻറ്റു L, L സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 അല്ലേ? ഹരിക്കണം L സ്ക്വയർ. ഇനി ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക? L സ്ക്വയർ ബൈ 4. ഈ ഹരണം ഗുണനമാക്കുമ്പോൾ അടുത്തുള്ള ടേം എന്താവും? വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എടുക്കണം. അതായത് L സ്ക്വയർ എന്തായി? 1/L സ്ക്വയർ ആയി. ഇനി L സ്ക്വയർ ഇൻറ്റു 1 L സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു L സ്ക്വയർ. ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ വന്നതുകൊണ്ട് L സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? 1/4. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട് അഥവാ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത 1/4 ആണ്. ഇനി അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി ഔട്ട്സൈഡ് ദ ഷെയ്ഡഡ് പാർട്ട്? അതായത് ഷെയ്ഡഡ് പാർട്ടിൽ അല്ലാത്ത ഈ 2 ഭാഗത്താവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ പ്രോബബിലിറ്റി ഈക്വൽ ടു ആദ്യം തന്നെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ABCD ആണ്. അത് എത്രയാണ്? L സ്ക്വയർ തന്നെയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫേവറബിൾ സ്പേസിന്റെ ഏരിയ, അതായത് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഈ ഭാഗത്തെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ റെക്ടാങ്കിളിന്റെ മുഴുവൻ ഏരിയ എന്താണ്? L സ്ക്വയർ അല്ലേ? അതിൽ നിന്നും ഈ ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ
മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഭാഗത്തെ ഏരിയ കിട്ടില്ലേ? അപ്പോൾ എൽ സ്ക്വയർ മൈനസ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു L/2 × L, അതായത് എൽ സ്ക്വയർ ബൈ 4 അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ ഏരിയ ആയ എൽ സ്ക്വയറിൽ നിന്നും എൽ സ്ക്വയർ ബൈ 4, അതായത് ട്രയാങ്കിളിന്റെ ഏരിയ, നമുക്ക് തന്നിട്ടുള്ള ത്രികോണം APCയുടെ പരപ്പളവ് കുറയ്ക്കുകയാണ്. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക? ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, എൽ സ്ക്വയർ ഇൻറ്റു 4 എന്ത് വരും? 4L സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഇൻറ്റു 1 L സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4 4 ഹരിക്കണം എൽ സ്ക്വയർ. ഇനി 4L സ്ക്വയറിൽ നിന്നും ഒരു എൽ സ്ക്വയർ പോയാൽ എത്രയാ? 3L സ്ക്വയർ ഹരിക്കണം 4. ഈ ഹരണം എന്താവും? ഗുണനമാക്കി കഴിഞ്ഞാൽ എൽ സ്ക്വയറിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം 1/L സ്ക്വയർ എടുക്കണം. ഇനി 3L സ്ക്വയർ ഇൻറ്റു 1 3L സ്ക്വയർ, 4 ഇൻറ്റു L സ്ക്വയർ 4L സ്ക്വയർ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ എൽ സ്ക്വയർ വന്നത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം 3/4. അതായത് the probability that it would be outside the shaded part, അഥവാ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്താകാനുള്ള സാധ്യത 3/4 ആണ്. ഇനി 12ാമത്തെ ചോദ്യം. Write the sequence of numbers which leave remainder 1 or 3 when divided by 4. Is it an arithmetic sequence? Why? 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 3 മിച്ചം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഈ ശ്രേണി സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 10 11 എക്സെട്ര. ഇവയല്ലേ എണ്ണൽ സംഖ്യകൾ. ഇനി ഇതിനെ 4 കൊണ്ട് ഹരിക്കാം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 1 2 3 ഇവ 4നേക്കാൾ ചെറിയ സംഖ്യകളായതുകൊണ്ട് ഹരിച്ച് റിമൈൻഡർ കണ്ടുപിടിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് 4 മുതൽ തുടങ്ങാം. 4നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി 5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും കിട്ടുക? 1. 6നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 2. ഇനി 7നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 3. വീണ്ടും 8നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം 8 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ റിമൈൻഡർ വീണ്ടും 0. ഇനി ഇതങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. വീണ്ടും എന്ത് ചെയ്തു? r = 1, അതുപോലെ r = 2. 11നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ r = 3. വീണ്ടും 12 എന്താണ്? 4ന്റെ ഹരണമാണ്, 4ന്റെ ഗുണനമാണ്. അപ്പൊ 12 4 കൊണ്ട് ഹരിക്കുമ്പോൾ വീണ്ടും നമുക്ക് റിമൈൻഡർ 0. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. അതായത് 0 1 2 3 വീണ്ടും 0 1 2 3 0 1 2 3 ഈ രീതിയിൽ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട സീക്വൻസ് എന്താണ്? 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 3 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സ്. ഇവിടെ റിമൈൻഡർ 1 കിട്ടുന്ന നമ്പർ ഏതാ? 5. അതാണ് ആദ്യത്തെ ടേം ആയിട്ട് എഴുതുന്നത്. ഇനി 3 കിട്ടുന്ന 7, അതാണ് രണ്ടാമത്തെ നമ്പർ ആയിട്ട് എഴുതുന്നത്. പിന്നെ വീണ്ടും റിമൈൻഡർ 1 കിട്ടുന്ന നമ്പറാണ് 9. വീണ്ടും റിമൈൻഡർ 3 കിട്ടുന്ന നമ്പറാണ് 11 എക്സെട്ര. അപ്പൊ ഇതാണ് നമ്മുടെ സീക്വൻസ് 5 7 9 11 എക്സെട്ര. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഈസ് ഇറ്റ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്? വൈ? ഈ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ ഒരു ശ്രേണി സമാന്തര ശ്രേണി ആവാൻ ഒരേ ഒരു ക്രൈറ്റീരിയൻ ആണ് ഉള്ളത്. അതെന്താണ്? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കണം. ഇവിടെ 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 7ൽ നിന്ന് 5 പോയാൽ 2 ആണ്. 9ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 9ൽ നിന്ന് 7 പോയാൽ 2 ആണ്. 11ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 11ൽ നിന്ന് 9 പോയാൽ 2 ആണ്. അതായത് ഈ സീക്വൻസിലെ അഥവാ ഈ ശ്രേണിയിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്, അതായത് തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ ഒരു സമാന്തര ശ്രേണിയാണെന്ന് പറയാം. ഇനി അത് സെന്റൻസ് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? Here the difference between two consecutive terms of this sequence is equal. Therefore, this is an arithmetic sequence. അതായത്
അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സമാന്തര ശ്രേണിയാണ്.